സ്വാമി ശാശ്വതീകാനന്ദ സ്വയം സമാധിയായതെന്ന വാദവുമായി ശാശ്വതീകാനന്ദയുടെ അടുത്ത അനുയായിയായിരുന്ന സ്വാമി സൂക്ഷ്മാനന്ദ രംഗത്തെത്തി. സ്വാമി മരണവുമായി സഹകരിക്കുകയായിരുന്നെന്ന് മരണസമയത്ത് അദ്വൈതാശ്രമത്തിലുണ്ടായിരുന്ന സ്വാമി സൂക്ഷ്മാനന്ദ പറഞ്ഞു. കൊലപാതകത്തിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. പ്രകാശാനന്ദ സ്വാമിയും ശാന്തയും പറയുന്നത് കേട്ടറിഞ്ഞ കാര്യങ്ങളാണ്. വെളിപ്പെടുത്തലിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെന്നും സ്വാമി സൂക്ഷ്മാനന്ദ റിപ്പോർട്ടർ എഡിറ്റർ ഇൻ ചീഫ് MV നികേഷ് കുമാറുമായുള്ള ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. സ്വാമി ശാശ്വതീകാനന്ദ മരണവുമായി സഹകരിക്കുകയായിരുന്നുവെന്ന് മരണസമയത്ത് ആലുവയിലുണ്ടായിരുന്ന ശാശ്വതീകാനന്ദയുടെ അടുത്ത അനുയായി സ്വാമി സൂക്ഷ്മാനന്ദ പറഞ്ഞു. മരണവുമായി സഹകരിക്കുന്നു. ദാറ്റ് ഈസ് ദ റൈറ്റ് വേർഡ് ഫോർ ദാറ്റ്. അദ്ദേഹത്തിൻ്റെ സഹകരണമില്ലാതെ ഇത് നടക്കില്ല. നേരിട്ട് ചോദിച്ചാൽ സ്വാമി ശാശ്വതീകാനന്ദ സമാധിയാകാൻ തീരുമാനിച്ചു പോയതാണ് എന്നാണ് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത്. ആത്മഹത്യ എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: മരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാവർക്കും അനിവാര്യമാണ്. മരിക്കുന്ന സമയത്ത് പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റിയെ ബേസ് ചെയ്താണ് നമ്മൾ മരണത്തെ കാറ്റഗറൈസ് ചെയ്യുന്നത്. കൊലപാതകമായിരുന്നു, ആത്മഹത്യയായിരുന്നു, രോഗം പിടിച്ചായിരുന്നു എന്നൊക്കെ പറയുന്ന അന്നേരം ഔട്ട്സൈഡിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി വെച്ചുകൊണ്ടാണ്. ഈ വാസ്തവത്തിൽ ഈ ഔട്ട്സൈഡിൽ നടക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിൽ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. സമയം തീരുമ്പോൾ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സ്വാമിയുടെ മരണം കൊലപാതകമെന്ന വാദത്തെയും സൂക്ഷ്മാനന്ദ തള്ളുന്നു. ആലുവയിൽ എത്ര മണിക്ക് എത്തും എന്നുള്ളത് വണ്ടിയിലിട്ടുന്ന ശാശ്വത സ്വാമിക്കോ എനിക്കോ വണ്ടി ഓടിച്ച ആളിനോ പോലും അറിയില്ല. അപ്പോൾ അവിടെ ഇത്ര മണിക്ക് എത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ആറ്റിൻ്റെ അടിയിൽ ആരെങ്കിലും കിടക്കുമെന്നൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ശാശ്വതീകാനന്ദയുടെ തലയിലെ മുറിവ് പുഴയിൽ നിന്നും എടുക്കുമ്പോൾ വള്ളത്തിൽ തട്ടി ഉണ്ടായതാണ്. ചോരപ്പാടുകളെന്ന് ഇതിൽ നിന്നുണ്ടായ പാടാണ്. രണ്ട് രീതിയിൽ സംഭവിച്ചു. ഒന്ന്, സ്വാമിക്ക് ഇവിടെ ഒരു വള്ളത്തിൽ മറ്റേ തട്ടിയപ്പോൾ ഉണ്ടായി. രണ്ടാമത് ഈ ത്രിരത്ന തീർത്ഥ സ്വാമിയായിരുന്നു അന്ന് ആലുവയിലെ സെക്രട്ടറി. ആ പുള്ളിക്കാരൻ അവിടെ ഈ പാറയിൽ കൂടി നടക്കുമ്പോൾ കാല് മുറിഞ്ഞു, അതിൻ്റെയും രക്തം ഉണ്ടായിരുന്നു. ശാശ്വതീകാനന്ദയുടെ സന്തത സഹചാരി സാബു നുണപരിശോധനയ്ക്ക് വിധേയനായിട്ടില്ലെന്ന പ്രസ്താവന തെറ്റാണെന്നും സൂക്ഷ്മാനന്ദ പറഞ്ഞു. സാബു ഇപ്പോൾ തന്റെ സഹായിയാണ്. നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്, എനിക്കറിയാവുന്ന കാര്യമാണ്. അതിന്റെ റിസൾട്ട് അറിയാമോ? അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ സാബുവിനെയും വിധേയമാക്കിയിട്ടുണ്ട്, സുഭാഷിനെയും ഇതിന് വിധേയമാക്കിയിട്ടുണ്ട്. ആ പ്രൊസീജിയർ കഴിഞ്ഞ ശേഷമാണ് ഈ കേസ്, ഈ ഫയൽ ക്ലോസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വെളിപ്പെടുത്തലിൽ പുതിയ അന്വേഷണം ഉണ്ടായാൽ അതുമായി സഹകരിക്കും. ഈ കഥകളൊക്കെ കേട്ടു വരുമ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നുന്നു, ഞാൻ ഇനി ഈ സ്വാമിയെ വല്ലതും കൊല ചെയ്തു വന്നു. ആ രീതിയിൽ വരെയുള്ള കഥകളുണ്ട്. എനിക്ക് എന്നെ തന്നെ സംശയം. ഒരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. അല്ല, ഈ സ്റ്റോറി കേൾക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നി പിന്നെ ഞാൻ വല്ലതും ചെയ്തു വന്നു. ആ രീതിയിലാണ് ഈ നുണകളുടെ ശക്തി. എന്നാൽ എന്തെങ്കിലും സ്ട്രോങ് എവിഡൻസ് ഇൻ ടേംസ് ഓഫ് എവിഡൻസിൽ ആരും ഒന്നും പറയുന്നില്ല. ഈ നുണകളുടെ സപ്പോർട്ടിലാണ് പറയുന്നത്. ശരീരത്തെ കീറിമുറിക്കരുത് എന്നതിനാലാണ് പോസ്റ്റ്മോർട്ടത്തെ താൻ എതിർത്തതെന്നും സൂക്ഷ്മാനന്ദ വിശദീകരിക്കുന്നു. പോസ്റ്റ്മോർട്ടം സമയത്ത് ഡോക്ടർ സോമനും അടുത്തുണ്ടായിരുന്നു. ഡോക്ടർ സോമൻ ഉണ്ടായിരുന്നു, പക്ഷേ വേറെ ഒരു ലേഡി ഡോക്ടറാണ് അത് ചെയ്തത്. ഡോക്ടർ സോമൻ അതിനുശേഷമാണ് SNDP യോഗം പ്രസിഡന്റ് ആകുന്നത്. ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം. തുഷാർ വെള്ളാപ്പള്ളിയുമായോ സ്വാമിക്ക് പ്രശ്നമുണ്ടായതായി ആധികാരികമായി അറിയില്ലെന്നും സ്വാമി സൂക്ഷ്മാനന്ദ പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.